നമസ്കാരം. ഇന്ന് മകയിരം നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഇടവം രാശിയിലും അവസാനത്തെ പകുതി മിഥുനം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ദേവത ചന്ദ്രനാണ്, ഗണം ദേവഗണമാണ്, ഭൂമിയാണ് ഭൂതം. വൃക്ഷം കരിഞ്ഞാലിയും, മൃഗം പാമ്പ്, പക്ഷി പുല്ല് എന്നിങ്ങനെയാണ്. മകയിരം നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരാണ്. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരാണിവർ. ഇവരുടെ കുട്ടിക്കാലത്ത് കുറച്ച് ദുരനുഭവങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. ഒരു 4 വയസ്സുവരെയൊക്കെ ഇവർക്ക് ബാലാരിഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ മൂലം മാനസികമായി ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് നേരിടേണ്ടി വന്നേക്കാം. ഇവർ പൊതുവെ ഉറച്ച ശരീരമുള്ളവരും നല്ല സൗന്ദര്യമുള്ളവരും ആയിരിക്കും. ഒന്നിലും ഒരു കൃത്യനിഷ്ഠയോ ഒരു സ്ഥിരതയോ ഇല്ലാത്തവരാണിവർ. ഇവർക്ക് കൃത്യനിഷ്ഠയൊക്കെ ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അവരൊരു 2 ദിവസമൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചാലും വീണ്ടും പഴയ പടിയിലേക്ക് മാറുന്നതാണ് പതിവ്. മാതാവിനോടും പിതാവിനോടും ബന്ധുജനങ്ങളോടും സഹോദരരോടും ഇവർക്ക് പ്രത്യേക സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാകും. പക്ഷേ മാതാവിനായിരിക്കും ഇവരോട് കൂടുതൽ സ്നേഹം ഉണ്ടാകുക. പിതാവിനോ സഹോദരങ്ങൾക്കോ ഒന്നും ഇവരോട് അത്ര ഒരു താല്പര്യമുള്ളതായി കാണുന്നില്ല. സഹോദര സഹായങ്ങളോ ഒന്നും ഇവർക്ക് കിട്ടുകയുമില്ല. ഇവർ എപ്പോഴും ചിന്തകളുടെ ലോകത്തായിരിക്കും. കുട്ടിക്കാലത്ത് അനുഭവിച്ച കഷ്ടതകളും ദുരിതങ്ങളെയും പറ്റി ഇവർ എപ്പോഴും ആലോചിക്കും. മിക്കപ്പോഴും വരും വരായികളെ പറ്റി ചിന്തിക്കാതെ സംസാരിക്കുന്ന പ്രകൃതമായതുകൊണ്ട് ഇത് ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തും. ചിത്തിര, അവിട്ടം നക്ഷത്രക്കാരുമായി ഇവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. ഭദ്രകാളി, മുരുകൻ എന്നിവരെ ആരാധിക്കേണ്ടതാണ്. മകയിരം നക്ഷത്രക്കാർക്ക് വരുന്ന തടസ്സങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രം ചങ്ങനാശ്ശേരി പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇടവക്കൂറുകാരിൽ ശുക്രനെയും ദേവിയെയും പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. മിഥുനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠ പുലർത്തുകയും എന്ത് കാര്യങ്ങളും മാറ്റിവെക്കുന്ന ശീലങ്ങൾ, നാളെ ചെയ്യാം എന്നും പറഞ്ഞ് മാറ്റിവെക്കുന്ന ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതാണ്. ഇവർക്ക് ഇവരുടെ കൂട്ടുകാരോടൊക്കെ വലിയ സ്നേഹമായിരിക്കും. പക്ഷേ ഇവരുടെ കൂട്ടുകാരിൽ നിന്നും അത്ര നല്ല അനുഭവങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ചില കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുകയേ ഉള്ളൂ. മറ്റുള്ളവരോട് ദേഷ്യമോ പ്രതികാരമോ വെച്ച് പുലർത്തുന്ന സ്വഭാവമൊന്നും ഇവർക്കില്ല. അതുപോലെ തന്നെ ആരെയും അന്ധമായി വിശ്വസിക്കുന്ന സ്വഭാവവും ഇവർക്കില്ല. മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊന്നും ഇവരങ്ങനെ കേൾക്കാറില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് ഇവർക്ക് പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗങ്ങളിലും പുതിയ ചെറിയ ബിസിനസ്സുകളിലുമൊക്കെ ഇവർ ശോഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങാനും പുതിയ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പോലെയുള്ളവയൊക്കെ വാങ്ങിക്കാൻ ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം അത്രത്തോളം ശുഭകരമായിരിക്കില്ല. കാരണം പങ്കാളിക്ക് ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പങ്കാളികളിൽ ഇടയ്ക്കിടെ വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരിൽ ചിലർ ഒരേ സമയം 2 സ്വഭാവം കാണിക്കുന്നവരായിരിക്കും. ഇവരെ പൊതുവെ മനസ്സിലാക്കാനും കുറച്ച് സമയമെടുക്കും. വീടും വാഹനവും ഒക്കെ മേടിക്കാനും മോടി പിടിപ്പിക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. സ്വന്തം പരിശ്രമം കൊണ്ട് വിജയിക്കുന്നവരാണിവർ. ഇവരുടെ വിദ്യാഭ്യാസ കാലം ഒന്നും അത്ര നല്ലതായിരിക്കില്ല. ഒരു അലസതയും മടിയുമൊക്കെ ഇവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു 22 വയസ്സ് വരെ വിദ്യാതടസ്സം ഇവർ കാണുന്നുണ്ട്. 23 മുതൽ ഒരു 37 വയസ്സ് വരെയൊക്കെ അനുകൂല സമയമാണ് ഇവർക്ക്. ഒരു 33നും ഒരു 50 വയസ്സിനും ഇടയ്ക്കുള്ള കാലഘട്ടമൊക്കെ ഇവർക്ക് നല്ല ഗുണപ്രദമായിരിക്കും. ഈ സമയത്ത് ആണ് ഇവർ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത
ഉള്ളത്. ഇത് കഴിഞ്ഞാൽ 50 വയസ്സിന് ശേഷം ഇവർക്ക് 50-55 വയസ്സിന് ശേഷം ഇവർക്ക് അത്ര നല്ല ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല. നിങ്ങൾ ഓരോ ദശാകാലങ്ങളിലും ഏത് ദേവതയാണോ പ്രാർത്ഥിക്കേണ്ടത് ആ ദേവതയെ പ്രാർത്ഥിച്ച് വഴിപാടുകളും ക്ഷേത്ര ദർശനവും കൃത്യമായി നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും.